ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LP-UP പരീക്ഷയ്ക്കും കേട്ടറ്റ് പരീക്ഷയ്ക്കും വിദ്യാഭ്യാസ ശിശുമനഃശാസ്ത്രത്തിൽ വരുന്ന കമ്പൾസറി ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അന്നേരം കേട്ടറ്റ് എഴുതുന്നവരും LP-UP എഴുതുന്നവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റും സ്റ്റാറ്റസും ഒക്കെ ആക്കണം. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം LP-UP അസിസ്റ്റൻറ്റിന് ചോദിച്ചൊരു ചോദ്യമാണ്. LP-UP അസിസ്റ്റൻറ്റിന് PSC ചോദിച്ചൊരു ചോദ്യമാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ എ പീറ്റർ സലോവ, ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ ഡി ഹൊവാർഡ് ഗാർഡിനർ, ഓപ്ഷൻ ഡി ജോൺ മേയർ. ഇനി അടുത്ത കേട്ടറ്റ് ഫസ്റ്റിന് കേട്ടറ്റ് 1-ന് 2025 ചോദിച്ചൊരു ചോദ്യമാണ്. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇത് ഏത് തരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹുമുഖ ബുദ്ധിയിൽ ഏത് തരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേട്ടറ്റ് ഫസ്റ്റിൻ്റെ ചോദ്യമാണ്. 2025 ചോദിച്ച ചോദ്യമാണ്. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇതേത് തരം ബുദ്ധിയാണ്? ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. ഇനി കേട്ടറ്റ് 2-ന് കേട്ടറ്റ് സെക്കൻഡിന് 2025 ചോദിച്ച അടുത്തൊരു ചോദ്യം. ഹൊവാർഡ് ഗാർഡിനറുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് മറ്റുള്ളവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കുക വഴി അവരുമായി നല്ലതുപോലെ ഇടപഴകുന്നതിന് സാധിക്കുന്നു. ഇതേത് തരം ബുദ്ധിശക്തിയാണ്? ഓപ്ഷൻ എ വ്യക്തിയാന്തര ബുദ്ധി, ഓപ്ഷൻ ബി പ്രകൃതിപരമായ ബുദ്ധി, ഓപ്ഷൻ സി യുക്തി ചിന്തപരമായ ബുദ്ധി, ഓപ്ഷൻ ഡി ആന്തരിക വൈയക്തിക ബുദ്ധി. അന്നേരം LP-UPക്കും കേട്ടറ്റിനും ഉറപ്പായിട്ടും വരുന്ന ഒരു ടോപ്പിക്കിലേക്കാണ്, 2 പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോകുന്നത്. അന്നേരം ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇത് മൊത്തം എടുത്തതിന് ശേഷം നമുക്ക് ആ ചോദ്യം ഒന്നുകൂടെ നോക്കാം. ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡിനറാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡിനറാണ്. മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ എന്ന് വെച്ചാൽ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതി രചിച്ചത് ഹൊവാർഡ് ഗാർഡിനറാണ്. ബഹുമുഖ ബുദ്ധി മിക്കവാറും ഉള്ള LP-UPയുടെയും കേട്ടറ്റിൻ്റെയൊക്കെ ചോദ്യ പേപ്പറിലുണ്ടാവും. ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആവിഷ്കരിച്ചതാര്? ഹൊവാർഡ് ഗാർഡിനർ. കേട്ടറ്റ് 3ക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കും. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡിനർ. ആ ഹൊവാർഡ് ഗാർഡിനറുടെ ബുക്കിൻ്റെ പേരാണ് മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ഹൊവാർഡ് ഗാർഡിനറാണ്. തുടക്കത്തിൽ ഹൊവാർഡ് ഗാർഡിനർ 7 തരം ബുദ്ധികളെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേര് മഴവിൽ സിദ്ധാന്തം, റെയിൻബോ തിയറി എന്നാണ്. അതായത് തുടക്കത്തിൽ ഹൊവാർഡ് ഗാർഡിനർ 7 തരം ബുദ്ധിശക്തികളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മഴവിൽ സിദ്ധാന്തം, റെയിൻബോ തിയറി എന്നാണ്. ബഹുമുഖ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഹൊവാർഡ് ഗാർഡിനർ പറയുന്നു, നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിയുള്ളവരെന്ന് വിശേഷിപ്പിച്ചിരുന്നത് നന്നായിട്ട് പഠിക്കുന്നവരെയും മാർക്ക് മേടിക്കുന്നവരെയും റാങ്ക് മേടിക്കുന്നവരെയും ജോലി മേടിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ ബുദ്ധിയുള്ളവരായി കണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹം അങ്ങനെയാണോ? കാര്യം ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ IAS എല്ലാവർക്കും ഉപരിയായിട്ട് യൂട്യൂബറിന് 5-10 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട്, അല്ലേ? നല്ലൊരു വയലിനിസ്റ്റിന് അതിനേക്കാളും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. നല്ലൊരു പാചകം ചെയ്യുന്ന ആൾക്ക് അതിനേക്കാളും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. നന്നായിട്ട് എഴുതുന്നവർക്ക് അതിനേക്കാളും പൈസ കിട്ടുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തെല്ലാവർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിയുണ്ട്. അന്നേരം എല്ലാം ബുദ്ധിയാണ്, അല്ലേ? പഠനം മാത്രമല്ല ബുദ്ധി, എല്ലാം ബുദ്ധിയാണ്. ഈ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം 2007 കേരള പാഠ്യപദ്ധതി 2007 കേരള പാഠ്യപദ്ധതി നമ്മൾ KCF എന്ന് പറയും. KCF, കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. 2007 കേരള പാഠ്യപദ്ധതിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു ആശയമാണ് ബഹുമുഖ ബുദ്ധി. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വൈഗോട്സ്കിയുടെ 2007 കേരള പാഠ്യപദ്ധതിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു ആശയമാണ്. അതുപോലെ 2007 കേരള പാഠ്യപദ്ധതിയിൽ സ്വാധീനം ചെലുത്തിയ പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തമാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. നമുക്കിനി ഓരോ ബുദ്ധികളിലായിട്ട് നമുക്ക് പോകാം.
ആദ്യത്തെ ബുദ്ധി ഭാഷാപരമായ ബുദ്ധി. ഭാഷാപരമായ ബുദ്ധിയാണ് ആദ്യത്തെ ബുദ്ധി. ഭാഷാപരമായ ബുദ്ധി വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ നമ്മൾ വെർബൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഭാഷാപരമായ ബുദ്ധി വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. നമ്മൾ നോക്കിയാൽ ചില ആൾക്കാർ പഠനത്തിലൂടെയല്ല ഉയരുന്നത്, ചിലർ നന്നായിട്ട് എഴുതും. ഇപ്പം തന്നെ അഖിൽ പി ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദി എഴുതിയ അഖിൽ പി ധർമ്മജൻ, ആരാച്ചാർ എഴുതിയ KR മീര, മനുഷ്യനൊരു ആമുഖം എഴുതിയ സുഭാഷ് ചന്ദ്രൻ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയ അരുന്ധതി റോയ്, എവിടെല്ലാം എഴുത്തിലൂടെയാണ് പ്രശസ്തരായത്. ആ എഴുത്ത് മാത്രം മതി അവർക്ക് ജീവിക്കാൻ, അല്ലേ? ഒരു പുസ്തകം ക്ലിക്കായാൽ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയായിരിക്കും കിട്ടുന്നത്. അത് ജീവിതകാലം മുഴുവൻ അത് കിട്ടുകയും ചെയ്യും, അതിൻ്റെ റോയൽറ്റി. അപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ളയും വൈക്കം മുഹമ്മദ് ബഷീറും ഒക്കെ എഴുതിയ പുസ്തകങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ പൈസ, ഇപ്പോഴും ആ പുസ്തകങ്ങൾ പോകുന്നുണ്ടല്ലേ. രണ്ടിടം കഴിയും കയറും, പാത്തുമ്മയുടെ ആടും ഒക്കെ, ബാല്യകാല സഖിയൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ റോയൽറ്റി ഒക്കെ, ആ പൈസയൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എഴുത്ത് നോക്കിയേ, എഴുത്ത് ചിലർക്ക് ഈ ഭാഷാപരമായ ബുദ്ധിയുണ്ടല്ലേ, നന്നായിട്ട് എഴുതും, നന്നായിട്ട് പ്രസംഗിക്കും. സുകുമാർ അഴീക്കോട് പ്രസംഗത്തിലൂടെ അറിയപ്പെടുന്നത്, അല്ലേ? എബ്രഹാം ലിങ്കൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. ചിലവർക്കുള്ള കഴിവാണ് ഭാഷാപരമായ ബുദ്ധി. അത് ഉദാഹരണം അഖിൽ പി ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ 5 ലക്ഷം കോപ്പി പുറത്താണ് പോയത്. ബെന്യാമൻ്റെ ആടുജീവിതം, ഇതൊക്കെ അവിടേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നേടിക്കൊടുക്കുന്നതാണ് ഒരു ബുക്ക് ക്ലിക്കായാൽ. അന്നേരം ഭാഷാപരമായ ബുദ്ധി, അന്നേരം ചിലർക്ക് ഭാഷാപരമായ ബുദ്ധിയായിരിക്കും. ഉദാഹരണം നോവലിസ്റ്റുകൾ, കഥാകാരന്മാർ, പ്രാസംഗികർ, എവിടെയൊക്കെ കാണപ്പെടുന്ന ബുദ്ധി ഭാഷാപരമായ ബുദ്ധിയാണ്. അന്നേരം ഏതെങ്കിലും ഒരു ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവും. ആ ബുദ്ധിയിലൂടെ നമ്മളങ്ങ് തെളിയണം. ഓക്കെ ആണല്ലോ. അങ്ങനെ ഭാഷാപരമായ ബുദ്ധിയുടെ നേട്ടം മനസ്സിലായല്ലോ. ഇപ്പോൾ സിനിമയ്ക്ക് കഥയും തിരക്കഥ എഴുതുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക്, നല്ലൊരു സിനിമയ്ക്ക് കഥയും തിരക്കഥ എഴുതിയ 20 ലക്ഷം രൂപ കിട്ടും. നമ്മളൊരു സർക്കാർ സർവീസിൽ LP UP HSA ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പിടുത്തവും കൊണ്ട് കഴിഞ്ഞിട്ട് 6 ലക്ഷം രൂപ കിട്ടുമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച്. പക്ഷേ ഒരു സിനിമയ്ക്ക് ഒരു വർഷം തിരക്കെഴുതി എഴുതിയ 20 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ നമുക്ക് അതാണ് ഭാഷാപരമായ ബുദ്ധി, നന്നായിട്ട് എഴുതുക. നോവലിസ്റ്റുകൾ, കഥാകാരന്മാർ, പ്രാസംഗികർ എന്നിവരിൽ കാണപ്പെടുന്ന ബുദ്ധി ഭാഷാപരമായ ബുദ്ധി. നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി 2, ഗണിതയുക്തിപരമായ ബുദ്ധി, മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ ഇൻ്റലിജൻസ്. ഗണിതക്രിയകളെ അനായാസമായി കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി. ഗണിതക്രിയകളെ അനായാസമായി കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് ഗണിത യുക്തിപരമായ ബുദ്ധി. ഗണിതക്രിയകളെ അനായാസമായി കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിദഗ്ധനിൽ കാണപ്പെടുന്ന ബുദ്ധി, ബാങ്കറിൽ കാണപ്പെടുന്ന ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ വിദഗ്ധനിൽ കാണപ്പെടുന്ന ബുദ്ധി, ബാങ്കറിൽ കാണപ്പെടുന്ന ബുദ്ധി എന്നൊക്കെ ചോദ്യം ചോദിക്കും. ആൻസർ ഗണിതയുക്തിപരമായ ബുദ്ധി. അടുത്തയാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, നന്നായിട്ട് പടം വരയ്ക്കും. മിക്കവാറും മത്സര പരീക്ഷയിലെ ചോദ്യമാണ്, PSC പരീക്ഷയിലെയും കേട്ടറ്റ് പരീക്ഷയുടെയൊക്കെ ചോദ്യമാണ്. ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയിൽ കാണപ്പെടുന്ന ബഹുമുഖ ബുദ്ധി അനുസരിച്ച് ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയിൽ കാണപ്പെടുന്ന ബുദ്ധി ഏത്? ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ചിലർക്ക് ആ ഒരു ബുദ്ധിയാണ്. അതായത് ശില്പികളിൽ കാണപ്പെടുന്ന ബുദ്ധി, ശില്പികളിൽ കാണപ്പെടുന്ന ബുദ്ധി ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ശില്പികളിൽ കാണപ്പെടുന്ന ബുദ്ധി ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ചിത്രകാരന്മാർ, മിക്കവാറും ചിത്രം വരയ്ക്കുന്ന കുട്ടിയിൽ നിന്നായിരിക്കും കേട്ടറ്റിൻ്റെ LPUPയുടെയൊക്കെ ചോദ്യം. നാവികർ എന്താ? ദൃശ്യസ്ഥലപരം എന്നല്ലേ പറയുന്നത്. ചില കണ്ടിട്ടില്ലേ നല്ല ഡ്രൈവർമാർ, അവർ ഏത് റൂട്ടിലൂടെ പോയി കഴിഞ്ഞാലും അവർക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും. അവിടെയൊക്കെ കാണപ്പെടുന്നത് സ്ഥലപരമായ ബുദ്ധിയാണ്. ഭൂപടം തയ്യാറാക്കുന്നവരിലൊക്കെ ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ചില നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവർ, പ്രതിമയുണ്ടാക്കുന്നവർ, നാവികർ, വൈമാനികർ, എവിടെയൊക്കെ കാണപ്പെടുന്നത് ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിക്കവാറും കേട്ടറ്റിൻ്റെയോ LPUPയുടെയൊക്കെ ചോദ്യം എന്തുവാ? ചിത്രം വരയ്ക്കുന്ന കുട്ടിയിൽ ബഹുമുഖ ബുദ്ധിയിൽ ഏത് ബുദ്ധിയാണ് കാണപ്പെടുന്നത്? ദൃശ്യസ്ഥലപരമായ ബുദ്ധി. നാലാമത്തെയാണ് സംഗീതപരമായ ബുദ്ധി. സംഗീതപരമായ ബുദ്ധി നമുക്കറിയാം. ഇപ്പോൾ വയലിനിസ്റ്റ്, ഇപ്പോൾ എത്രയോ പേരാണ് യൂട്യൂബിലും പരിപാടിയൊക്കെ അവതരിപ്പിച്ച് ക്ലിക്കായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? സംഗീതപരമായ ബുദ്ധി.
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ്, വേടൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം ആ ഒരു സംഗീതപരമായ ബുദ്ധിയല്ലേ അവിടെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൂടെ എത്ര പൈസ, എത്ര ആരാധകരെയാണ് അവർ നേടുന്നത്? എന്നിട്ട് പഠനത്തിലൂടെയാണോ? അല്ല, സംഗീതപരമായ ബുദ്ധി. ഗായകർ, വയലിനിസ്റ്റുകൾ, ഗിത്താർ ഉപയോഗിക്കുന്നവർ, പുല്ലാങ്കുഴൽ വിദഗ്ധർ. നമുക്കൊക്കെ അറിയാം PSC പരീക്ഷയ്ക്കൊക്കെ ഹരിപ്രസാദ് ചൗരസ്യ ഏത് വാദ്യോപകരണത്തിൽ പ്രശസ്തനാണെന്നും പറഞ്ഞൊരു PSC ചോദ്യം തന്നെ ഉണ്ട്. അന്നേരം പുല്ലാങ്കുഴൽ, അന്നേരം അവരെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എത്രയോ പേര് അവരെ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് സംഗീതപരമായ ബുദ്ധി, ഗായകർ, വയലിനിസ്റ്റുകൾ, ഗിത്താർ ഉപയോഗിക്കുന്നവർ, പുല്ലാങ്കുഴൽ വിദഗ്ധർ എന്നിവരിലൊക്കെ കാണപ്പെടുന്ന ബുദ്ധിയാണ് സംഗീതപരമായ ബുദ്ധി. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ബുദ്ധിക്ക് വലിയ പ്രാധാന്യമാണ്. വേടൻ്റെ പാട്ടുകൾ, നന്ദഗോവിന്ദ ഭജൻസ്, എത്രയോ പേരാണ് ഇവരൊക്കെ വരുമ്പം കൂടുന്നത്. എന്തുകൊണ്ടാണ്? സംഗീതപരമായ ബുദ്ധി. വയലിനിസ്റ്റ്, ഇപ്പോൾ ബാലഭാസ്കറിൻ്റെയൊക്കെ പ്രോഗ്രാമിന് എത്ര പേരായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നല്ല വയലിൻ ഫ്യൂഷനൊക്കെ നടക്കുന്ന സമയത്ത് എത്ര പേരാണ് കൂടുന്നത്? കാര്യം എവിടെയൊക്കെ സംഗീതപരമായ ബുദ്ധിയാണ്. ഗായകർ, വയലിനിസ്റ്റുകൾ, ഗിത്താർ ഉപയോഗിക്കുന്നവർ, പുല്ലാങ്കുഴൽ വിദഗ്ധർ എന്നിവരിലൊക്കെ സംഗീതപരമായ ബുദ്ധി. ഓക്കെ, നമ്മളിപ്പം കേട്ടിട്ട് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒരു ബാച്ച് ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞു. അന്നേരം ഇപ്പോൾ സർവീസിലുള്ളവർക്കും ഇനിയിപ്പോൾ അടുത്ത കേട്ടറ്റ് 2026 എഴുതുന്നവർക്ക് ഈ ബാച്ച് ഗുണപ്പെടും. കേട്ടറ്റ് ഫസ്റ്റിനും സെക്കൻഡിനും വേണ്ടിയിട്ടാണ് ഈ ബാച്ച് ആരംഭിക്കുന്നത്. അതായത് ഓൺലൈൻ ബാച്ചാണ്. 1699 രൂപ. പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഓഫർ പ്രൈസ് 899 രൂപയ്ക്കാണ് നമ്മൾ ഈ ബാച്ച് ഇപ്പം നൽകുന്നത്. അതായത് സൈക്കോളജി, പെഡഗോഗി, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, EVS, സോഷ്യൽ, കേട്ടിട്ട് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബാച്ച് ആരംഭിക്കുന്നത്. അന്നേരം താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത 5ാമത്തെ ബുദ്ധി പ്രകൃതിപരമായ ബുദ്ധിയാണ്. പ്രകൃതിപരമായ ബുദ്ധി എന്ന് വെച്ചാൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. പ്രകൃതിപരമായ ബുദ്ധി എന്ന് വെച്ചാൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ്. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ. പണ്ടുള്ളവരൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ അറിയത്തില്ലേ, അവർ പറയും, കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയും, ഇതൊക്കെ കണ്ടിട്ട് പറയും, വൈകുന്നേരം 3 മണിയായെന്നൊക്കെ അവർ പറയും അല്ലേ. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് പ്രകൃതിപരമായ ബുദ്ധി. ഉദാഹരണം, കാലാവസ്ഥാ നിരീക്ഷകനിൽ കാണപ്പെടുന്നു. ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ, മഴ പെയ്യും, വളരെ കറക്റ്റായിട്ട് പെയ്യുന്നില്ലേ. കാലാവസ്ഥാ നിരീക്ഷകനിൽ കാണപ്പെടുന്ന ബുദ്ധി, കാലാവസ്ഥാ നിരീക്ഷകൻ, കർഷകർ എവിടെയൊക്കെ കാണപ്പെടുന്ന ബുദ്ധിയാണ് പ്രകൃതിപരമായ ബുദ്ധിയാണ്. അടുത്തയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി, ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. എന്താ, ശരീരം ചലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് അല്ലേ, ശരീരം ചലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുച്ചിപ്പടി, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, എവിടെയെല്ലാം കാണപ്പെടുന്ന ബുദ്ധി ശാരീരിക ചലനപരമായ ബുദ്ധി. നർത്തകർ, അത്ലറ്റുകൾ, ഇപ്പോൾ ഫുട്ബോൾ കളിക്കാർ, പിന്നെ ഓടുന്നവർ, എവിടെയെല്ലാം കാണപ്പെടുന്നത് ക്രിക്കറ്റ് കളിക്കാർ അല്ലേ, ശരീരം ചലിപ്പിച്ചുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്. ശാരീരിക ചലനപരമായ ബുദ്ധി. ഈ ബുദ്ധി ഉണ്ടെങ്കിലും ഭയങ്കരമായ ലോകപ്രശസ്തി കിട്ടത്തില്ലേ. അതായത് ശാരീരിക ചലനപരമായ ബുദ്ധി നർത്തകർ, അത്ലറ്റുകൾ, ഫുട്ബോൾ കളിക്കാർ മുതലായവരിൽ കാണപ്പെടുന്നു. അതായത് ശരീരം ചലിപ്പിച്ചുകൊണ്ട് പ്രയോഗിക്കുന്ന ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന് പറയുന്നത്. ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന് പറയുന്നത്. അടുത്തയാണ് വ്യക്തിയാന്തര ബുദ്ധി. നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യക്തിയാന്തര ബുദ്ധി ഇംഗ്ലീഷിൽ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി. നമ്മളിലൊക്കെ ഈ ബുദ്ധി ഉണ്ടാവണം. കാര്യം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാനും മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി വ്യക്തിയാന്തര ബുദ്ധി. ഇതിൽ നിന്നാണ് കേട്ടറ്റിനൊക്കെ ചോദ്യം വന്നത്. കേട്ടറ്റ് ഫസ്റ്റിനും സെക്കൻഡിനും 2025 ചോദ്യം വന്നത് വ്യക്തിയാന്തര ബുദ്ധിയാണ്. അതായത് മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി. മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാനും എല്ലാവരുമായിട്ട് നന്നായി ഇടപഴകുവാനും ഒക്കെ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് വ്യക്തിയാന്തര ബുദ്ധി. ഇംഗ്ലീഷിൽ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരിൽ ഈ ബുദ്ധി കാണപ്പെടുന്നു. രാഷ്ട്രീയക്കാരിലും സാമൂഹ്യ പ്രവർത്തകരിലും ഈ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരിൽ ഈ ബുദ്ധി കാണപ്പെടുന്നു. സഹകരണ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന ബുദ്ധി ഇതാണ്. അതായത് മറ്റുള്ളവരുമായി നന്നായി യോജിച്ചു പോകുവാനും മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കുവാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്.
അന്നേരം ഓക്കെ, രാഷ്ട്രീയ കാർഡിൽ സാമൂഹ്യ പ്രവർത്തനത്തിലും കാണപ്പെടുന്ന ബുദ്ധിയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അടുത്തയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുവാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. ആന്തരിക വൈയക്തിക ബുദ്ധി നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധി. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാനും, അതായത് സ്വയം കാര്യങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യുവാനും സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും ഒക്കെ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. സ്വയം കണ്ടെത്തൽ ഗവേഷകനിലൊക്കെ കാണപ്പെടുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. അടുത്ത 9ാമത്തെ അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. ഒരിക്കൽ LPUPയുടെ പരീക്ഷയ്ക്കോ കേട്ടറ്റിൻ്റെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു, ഹൊവാർഡ് ഗാർഡിനർ 9ാമതായി പറഞ്ഞ ബുദ്ധി ഏതെന്ന്. അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. എന്താണ്? ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി അസ്തിത്വപരമായ ബുദ്ധി. കേട്ടറ്റിനും LPUPക്കൊക്കെ ചോദിച്ച ചോദ്യം എന്താ? ഹൊവാർഡ് ഗാർഡിനർ 9ാമതായിട്ട് പറഞ്ഞ ബുദ്ധി അസ്തിത്വപരമായ ബുദ്ധി. 10ാമത്തെയാണ് മതപരമായ ബുദ്ധി, റിലീജിയസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കണ്ടിട്ടില്ലേ, പല ആൾക്കാരും ഇപ്പോഴത്തെ യുവതലമുറ പോലും മതപരമായ കാര്യങ്ങളിൽ ഭയങ്കര ആക്റ്റീവല്ലേ, ഭയങ്കര ഭക്തിയുടെ കാര്യത്തിലും ആക്റ്റീവാണ്. എന്തുകൊണ്ടാണ്? ഈ ഭക്തിയുടെ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴത്തെ യുവതലമുറ എല്ലാവരും വളരെ ആക്റ്റീവാണ്. അതായത് ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, മതപരമായ സംഘടനകളിൽ ഭയങ്കരമായി പ്രവർത്തിക്കുന്നു. അവരിലും അതും ഒരു ബുദ്ധിയാണെന്ന് ഹൊവാർഡ് ഗാർഡിനർ പറയുന്നത്. മതപരമായ ബുദ്ധിയും ഒരു ബുദ്ധിയാണ്. അടുത്തയാണ് ധർമ്മപരമായ ബുദ്ധി, മോറൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഏത് സന്ദർഭങ്ങളിലും ശരി മാത്രം ചെയ്യുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് ധർമ്മപരമായ ബുദ്ധി. എത്ര സ്വാധീനം ഉണ്ടായാലും അവർ വഴിവിട്ടൊന്നും ചെയ്യത്തില്ല. അവരിലൊക്കെ ഉള്ളതാണ് ധർമ്മപരമായ ബുദ്ധി, മോറൽ ഇൻ്റലിജൻസ്. അന്നേരം ഹൊവാർഡ് ഗാർഡിനറാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത്. അന്നേരം ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ഏതെങ്കിലും ഒരു കഴിവ് എല്ലാവരിലും ഉണ്ടാവും. ആ കഴിവ് വികസിപ്പിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വിജയിക്കാം, അല്ലേ? ഇപ്പോൾ AI അറിയാവുന്നവർക്ക് നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്താൽ മതി. യൂട്യൂബിലൂടെയൊക്കെ നല്ല വരുമാനം കിട്ടുന്നല്ലേ. അതായത് ഏത് രീതിയിലും ജീവിക്കാം, അതാണ് ബഹുമുഖ ബുദ്ധി. അതുകൊണ്ടാണ് ഇന്ന് സ്കൂളിൽ പാഠ്യപ്രവർത്തനങ്ങളെ പോലെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് കാരണം ബഹുമുഖ ബുദ്ധിയാണ്. 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപപ്പെടുത്താൻ സ്വാധീനിച്ച ഒരു സിദ്ധാന്തമാണ് ഹൊവാർഡ് ഗാർഡിനറുടെ ബഹുമുഖ ബുദ്ധി. എല്ലാവർക്കും ഞാൻ ആ ചോദ്യം കൂടെ നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് വന്നിട്ട് ചോദ്യം കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, LPUP അസിസ്റ്റൻറ്റിന് ചോദിച്ചാൽ എന്താ? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഹൊവാർഡ് ഗാർഡിനർ. അടുത്ത കേട്ടറ്റ് 2025 ചോദിച്ച ചോദ്യം എന്താ? മനുഷ്യൻ എപ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് നന്നായി ഇടപഴകുക. അപ്പോൾ തന്നെ നമുക്കറിയാം അത് വ്യക്തിയാന്തര ബുദ്ധിയാണെന്ന് നമുക്കറിയാം. മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുക, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, വ്യക്തിയാന്തര ബുദ്ധി. ഇനി കേട്ടറ്റ് 2-ന് 2025 ചോദിച്ച ചോദ്യം, ഹൊവാർഡ് ഗാർഡിനറുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് മറ്റുള്ളവരുടെ വികാരവിചാരങ്ങൾ മനസ്സിലാക്കുക വഴി അവരുമായി നന്നായി ഇടപഴകാൻ സാധിക്കുന്നു. ഇപ്പം നമുക്കറിയാം മറ്റുള്ളവരുടെ വികാരവിചാരങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് ഇടപഴകാൻ സഹായിക്കുന്നത് വ്യക്തിയാന്തര ബുദ്ധി. അന്നേരം വ്യക്തിയാന്തര ബുദ്ധി എപ്പോഴും വരുന്നുണ്ട്. അന്നേരം നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നിങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, താങ്ക് യു.